സോ എത്രയൊക്കെ ബിസി സ്കെഡ്യൂൾസിന്റെ ഇടയിലാണെങ്കിൽ പോലും ബ്രിൻ ആൻഡ് ബ്രോൺ ഫ്ലോറിൽ ഒരുപാട് ഡിസ്കഷൻസ് നടക്കാറുണ്ട്. സോ വി തോട്ട് വൈ ഡോണ്ട് വി മേക്ക് എ പോഡ്കാസ്റ്റ് ചാനൽ. സോ ഹിയർ ഇറ്റ് ഈസ് ലെറ്റ്സ് ബ്രോൺ സ്പീക്ക്. Okay, myself Shilna Prasad and Midilaj, Prajani, Hello. Basil. നമുക്കിവിടെ സംസാരിക്കാൻ ചിലപ്പോൾ 100 കാര്യങ്ങളുണ്ടാവില്ല. നമുക്ക് കാഷ്വൽ ടോക്സ് ആണ് മെയിനായിട്ട്. ഓഫീസിൽ ഇവിടെ നമുക്ക് എന്തൊക്കെ എപ്പോഴും നമുക്ക് ലഞ്ച് ബ്രേക്ക് ഓ സംതിങ് ബ്രേക്ക് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ തന്നെ വെക്കാതെ നമ്മൾ പുറത്തേക്ക് വരുന്നു. ദാറ്റ് ഈസ് അവർ പോഡ്കാസ്റ്റിൻ്റെ മെയിനായിട്ടുള്ളൊരു ഐഡിയ അതാണ്. പ്രജിനി എന്താണ് പറയാനുള്ളത്? എന്തു പറയാ, ആസ് യൂഷ്വൽ ടോക്സ് ആയതുകൊണ്ട് ഇപ്പം അത് എന്താ പറയുക, ഓഡിയൻസിന് റീച്ച് ആവട്ടെ, അവർക്കും അതുപോലെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. ലൈക്ക് അവരും ഓഫീസ് പോകുന്നുണ്ട്, ദേ ആർ ലൈക്ക് സെയിം തിങ് വർക്ക്, അതിൻ്റെ ഇടയ്ക്ക് പ്രഷർ വരുമ്പം എന്തെങ്കിലും സംസാരിക്കും. അപ്പം അത് തന്നെയാണ് സെയിം തിങ്സ്. അപ്പം ഞങ്ങളുടെ ഐഡിയാസ് എന്താ ഉള്ളത് അത് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാം. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ട്രെൻഡിങ്ങിനെ കുറിച്ചാണ്. കങ്കുവയെക്കുറിച്ച് ബേസിലിന് എന്താ പറയാനുള്ളത്? കങ്കുവിനെ പറ്റിയിട്ട് ആക്ച്വലി ഒരു നല്ലൊരു ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു കാര്യമല്ല എനിക്ക് എസ്പെഷ്യലി തോന്നിയിട്ടുള്ളത്. എന്താ വെച്ചാൽ തമിഴിൽ ഇഷ്ടംപോലെ ഡയറക്ടേഴ്സ് ഉണ്ട്. ശിവനെ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം. എന്തുകൊണ്ടാണ് അതൊരു നല്ല വഴിക്കാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം അതായത് പുള്ളിക്കാരുടെ ഫിലിമോഗ്രഫി അത്ര ഒരു സിനിമ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്ക് അത്രയ്ക്ക് നന്നായിട്ട് തോന്നുന്ന ടൈപ്പുള്ള ഒരു ഫിലിമോഗ്രഫി അല്ല. എസ്പെഷ്യലി ലാസ്റ്റ് അണ്ണാത്തേന്ന് തോന്നുന്നു. അത് പേര് കേൾക്കുമ്പോ തന്നെ അത് ആൾക്ക് പേരൊരു ഫാക്ടറാണോ? പിന്നെന്താ, മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എത്തിപ്പെടാനുള്ള ശിവയുടെ ഒരു കഴിവ് വളരെ കുറവാണ്, കൂടുതലാണ്. അതായത് ഭയങ്കര ഒരു ആ ഒരു രീതിക്ക് പുള്ളിക്കാരൻ ഫ്ലോപ്പായി എന്നല്ല, പുള്ളിക്കാരൻ്റെ ഈ ഒരു സംഭവം നല്ല രീതിക്ക് ഉപയോഗിക്കാനായിട്ട് നല്ലൊരു സ്ക്രീൻ പ്ലേ വെച്ചിട്ട് ബേസ് ചെയ്ത് പോകാനായിട്ട് ആൾക്ക് പറ്റിയിട്ടില്ല. പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരാളല്ല എന്ന് പറയുന്നത്. ആൾക്ക് എപ്പോ വേണമെങ്കിലും ഒരു കംബാക്ക് അടിക്കാം. നല്ലൊരു സ്ക്രീൻ പ്ലേ വെച്ചിട്ട് പുള്ളിക്കാരൻ ഇനി ഒരു സിനിമ ചെയ്താൽ പുള്ളിക്ക് അത് ബേസ് ചെയ്ത് നല്ലൊരു ഇത്രയും ഒരു റെഡ് സിഗ്നലിൽ നിൽക്കുന്ന ഒരാളെ എന്തുകൊണ്ട് സൂര്യ ചൂസ് ചെയ്തു? കാരണം അതെന്താന്ന് എനിക്കും പിടികിട്ടുന്നില്ല, ആർക്കും പിടികിട്ടുന്നില്ല. അതുകൊണ്ടാണ് എല്ലാരും ഈ സിനിമയ്ക്ക് കേറണമെന്ന് വെച്ചാൽ, കാരണം അറൗണ്ട് 2 വർഷത്തോളമായി സിനിമയെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നു, കുറെ പേര് പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് പ്രീ ബുക്ക് ചെയ്ത് പോയവര്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയിട്ട് ലൈക്ക് രാവിലെ തന്നെ ഉണ്ട് വിളിക്കുന്നു, എടാ നീ രാത്രിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടേ വെറുതെ പോവണ്ട, നിനക്ക് നിന്റെ 2 മണിക്കൂർ സേവ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായിരിക്കും കാരണം അങ്ങനെ ഒരാൾ വിളിച്ചു പറയണമെങ്കിൽ? ആക്ച്വലി റീസൺസ് ഒരുപാടുണ്ട്. അതായത് ഇത് പോസിറ്റീവായിട്ട് കാണുന്ന രീതിക്കുള്ള റീസൺസും ഉണ്ട്, അത് നെഗറ്റീവായിട്ട് കാണുന്ന ടൈപ്പുള്ള റീസൺസും ഉണ്ട്. അതായത് ഇതിപ്പോ ശിവ എന്നുള്ള ഡയറക്ടറിൽ ആക്ച്വലി ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു റെഡ് സോൺ ഡയറക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് അത്രയ്ക്ക് എക്സ്പെക്ടേഷൻ ഇല്ല, പക്ഷെ എങ്ങാനും ഒരു നല്ല സിനിമ ആളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അത് മിസ്സായരുത് എന്നുള്ളൊരു സാധനമുള്ള ആൾക്കാരുണ്ടാവാം. പിന്നെ സൂര്യയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി നല്ലൊരു സിനിമ ചെയ്ത്, അതായത് ജൈവിയും ഒക്കെ കഴിഞ്ഞ് പുള്ളിയുടെ സിനിമയെ കണ്ട ആൾക്കാർ, പുള്ളിയുടെ സിനിമയാണെന്ന് കണ്ട ആൾക്കാർ കയറുന്ന രീതിയൊക്കെ ഉണ്ട്. പിന്നീട് ഈ വിക്രം മൂവിയില് റോളക്സ് എന്നൊരു ക്യാരക്ടർ ചെയ്തത്, ആ ഒരു ക്യാരക്ടർ കാരണം സ്പെഷ്യൽ ഒരു വെയിറ്റിംഗ് ആണ് നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട്. അതിന്റെ ഒരു മൂവി സ്റ്റാൻഡ് അലോൺ ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പം സൂര്യ ഒരു റോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു എന്നാണ് അപ്പം ടോട്ടലി വരുന്നൊരു ന്യൂസ്. അത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഞങ്ങൾക്ക് ഇപ്പം എന്താ പറയാ, എക്സ്പെരിമെന്റ് ആയിട്ട് നമുക്ക് എടുക്കാമല്ലോ. ലൈക്ക് ഇതും സൂര്യക്ക് പറ്റും. സൂര്യയുടെ ഫാൻ അല്ല ബട്ട് സൂര്യയുടെ ഒരു കങ്കുവ പോസ്റ്റർ ഇറങ്ങിയപ്പോ വാവ്, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഓ നല്ലൊരു മൂവി ആയിരിക്കും. ഇപ്പം എന്താ പറയാ, 7ാം അറിവില് അവന്റെ ഒരു ബോധിധർമ്മന്റെ ഒരു ഇത് കാണുമ്പോൾ അങ്ങനെ ഒരു സാധനം പ്രതീക്ഷിച്ചു. ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓരോ 24 മൂവി ഉണ്ട് അവന്റെ 24. അത് ഫ്ലോപ്പ് എന്ന് പറഞ്ഞില്ല, ബട്ട് ഹൈപ്പ് അത്ര കയറണമെങ്കിൽ അത് നല്ല വർക്ക്ഔട്ട് ആയി 24 മൂവി. സോ അങ്ങനെ ഒരു സാധനം വരൂ എന്നാണ് ഉദ്ദേശിച്ചത്, എല്ലാവർക്കും കിട്ടുമെന്ന്. ബട്ട് ട്രെയിലർ പോലെ അത്രയും വലിയൊരു ഇതിൽ വന്ന് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൂവിയാണ്. പക്ഷെ ആക്ച്വലി റിവ്യൂസ് കാണുമ്പോൾ ഭയങ്കര ഒരു ഡിസപ്പോയിന്റ്മെന്റ് കാണുന്നുണ്ട്. അതെ, ഇപ്പോ ലൈക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോവാണ്ട് നിൽക്കുന്ന കുറെ ആൾക്കാരെ ഞാൻ അറിയും. ആക്ച്വലി ഇൻട്രസ്റ്റ് ഉള്ളവർ പോലും ഈ രീതിയിൽ ബ്ലോക്ക് ചെയ്യാൻ, ലൈക്ക് പോവണ്ടെന്നുള്ള രീതിയിൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ ടോട്ടലി ഈ സിനിമ എന്താണെന്ന് വേറെ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. സോ പടം കാണുന്ന താല്പര്യമുള്ളവർ പോലും ഈ ഒരു റൂമേഴ്സ് കാരണം പോവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ലൈക്ക് എനിക്കത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഇത്രയും റിവ്യൂസ് കണ്ടതിന് ശേഷം
ഇനി പോവണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. സോ അതുപോലെ ഒരുപാട് പേര് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നവർ ഇത് മാത്രം കാരണം ഈ പടം എക്സ്പ്ലോർ ചെയ്യാതെ പോവില്ല, ഇത് എന്താണെന്നുള്ളൊരു സാധനം. ഇപ്പോൾ പുള്ളി ഒരുപാട് എക്സ്പെരിമെന്റ്സ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. സോ ആ ഒരു സ്പിരിറ്റിലെടുത്ത് ജസ്റ്റ് നമുക്കൊന്ന് പോയി കാണാവുന്നതേ ഉള്ളൂ. ഓ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പറ്റില്ലല്ലോ. ലൈക്ക് വെറുതെ ചിലപ്പം ആള് ഒരു ദിവസം പണിക്ക് പോയി ഉണ്ടാക്കുന്നത് 500 രൂപയും കിട്ടും, 200 രൂപ ടിക്കറ്റിന് കൊടുക്കേണ്ടി വരും. താല്പര്യം ഉള്ളവർക്ക് പോയിട്ട് കാണാമല്ലോ. താല്പര്യം ലൈക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ലൈക്ക് എല്ലാവരും റിവ്യൂസ് നോക്കിയിട്ട് സിനിമ കാണാൻ പോകും. ഇതിപ്പോ ഫാൻസ് ആയാൽ കൂടി അങ്ങനെ തന്നെയാണ്. ഇപ്പം അത് മാറി ഇനിയിപ്പോ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഫുൾ റിവ്യൂ നോക്കിയിട്ട് ആൾക്കാർ പോകും. അത് നല്ലതുമാണ്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു വളരെ മോശമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഞാൻ പറയും. ഒരാളൊരു അത്രയും എഫേർട്ട് ഇതിന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത്രയും എഫേർട്ട് ഇതിന്റെ ബാക്ക് സൈഡിലുണ്ട്. സോ അതെന്തായാലും ഈ ഒറ്റൊരു സീൻ കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞ ഒരു സാധനം നമ്മളിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഒരു നെഗറ്റിവിറ്റി കാരണം മാത്രം നമ്മൾ പോകാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ലോസ് നമ്മൾ ചിന്തിക്കേണ്ട. അറ്റ്ലീസ്റ്റ് അവരുടെ എഫേർട്ട് എന്നുള്ള രീതിയിലെങ്കിലും ഇതിപ്പോൾ നല്ല സിനിമകളാണെങ്കിൽ ഓക്കെ, മോശം സിനിമകളാണെങ്കിൽ ഓക്കെ, നല്ല സിനിമകൾ പോലും നമ്മൾ ഈ രീതിയിൽ തിയേറ്ററിൽ മിസ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ആക്ച്വലി റിവ്യൂവേഴ്സിനെ മൈൻഡ് ചെയ്യുന്ന ഒരു കൾച്ചർ റിവ്യൂവേഴ്സ് ആണിപ്പോ തീരുമാനിക്കുന്നത് ഏത് പടം ജയിക്കണം. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നതാണോ? ഒരു കാര്യം പറയട്ടെ, ആക്ച്വലി പറയുകയാണെങ്കിൽ അതായത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആണ്. അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന പടം കുട്ടിക്ക് ഇഷ്ടപ്പെടില്ല, ഇവർക്ക് ഇഷ്ടപ്പെടുന്ന പടം നിനക്ക് ഇഷ്ടപ്പെടില്ല, നിനക്ക് ഇഷ്ടപ്പെടുന്ന പടം അവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള പടമാണ്. പക്ഷെ ഇത്രത്തോളം നമ്മൾ റിവ്യൂവേഴ്സിനെ എൻകറേജ് ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, കാരണം എൻകറേജ് മീൻസ് പോസിറ്റീവ് ആയിട്ട് അത് ബാധിക്കുന്നുണ്ട്. ഇതിപ്പം ഫോർ എക്സാമ്പിൾ അശ്വന്ത് കോപ്പ്, ആളുടെ റിവ്യൂ കാരണം പടത്തിന് കയറുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. യെസ്, ഞാൻ കയറാറുണ്ട്. കാരണം അങ്ങേര് എനിക്ക് തോന്നുന്നു നല്ല പടത്തിന് പോലും നല്ലതെന്ന് പറയലില്ല. അതാണ് ഞാൻ പറയുന്നത്. അത്രയും നെഗറ്റീവ്, എന്ത് ചെറിയ നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിലും അങ്ങനെ എടുത്ത് ചുമ്മാ പറയും. ആളുടെ ഒരു നല്ല റെസ്പോൺസ് എന്ന് പറയുമ്പോൾ, പക്ഷെ അത് വേറെ രീതിക്ക് വേണമെങ്കിൽ പറയാം. അതായത് ആള് ഏതെങ്കിലും രീതിക്ക് പൈസ പേയ്മെന്റ് മേടിച്ചിട്ട് പെയ്ഡ് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അതിൽ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. അല്ലാത്ത പക്ഷം ആളുടെ ഒരു പോസിറ്റീവ് റിവ്യൂ അധികം റെക്കഗ്നൈസ്ഡ് ആവാത്ത ഒരു സിനിമയ്ക്ക് നല്ല രീതിക്ക് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ സിനിമ ആരാലും അറിയപ്പെടാതെ ഇങ്ങനെ പോയിരുന്നതിനെ ആളുടെ ഈ ഒരു വീഡിയോ വന്നില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു വീഡിയോ വന്നു, അത് ആൾക്കാരിലേക്ക് റീച്ചായി, ആളുടെ ഒരു മൈൻഡും ഈ കാണുന്നവരെ ആളത്രയ്ക്ക് മോശം സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്യില്ല, നല്ല റിവ്യൂ ചെയ്യില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ, ഇതിപ്പോ ആരും അറിയാത്തൊരു സിനിമ, ആരും അറിയാത്തൊരു സിനിമ, ചിലപ്പോൾ ഒരു 10-50 തിയേറ്ററിൽ മാത്രം റിലീസ് ചെയ്ത് നമ്മുടെ ഭാഗത്തില്ല എന്നുള്ള സിനിമ തന്നെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സിനിമ വന്നാലും ഇങ്ങനൊരു സിനിമ റിലീസ് ആയിട്ടുണ്ട്, ആ ഒരു സിനിമയ്ക്ക് ഇയാൾ പോസിറ്റീവ് പറഞ്ഞു, ഈ പുള്ളി അധികം പോസിറ്റീവ് പറയാത്ത ആളാണ്, അങ്ങനെയുള്ള ഒരു ടൈമിൽ ആ ഒരു സിനിമയ്ക്ക് ആള് കേറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ ഈവൻ ഞാൻ തന്നെ ട്രാവൽ ചെയ്ത് പോയിട്ട്, ഇതിപ്പം ലബർ ബന്ധു എന്ന് പറഞ്ഞൊരു സിനിമ ഞങ്ങളെ ഭാഗത്തൊന്നുമില്ല, അതായത് വയനാട്ടിൽ എവിടെയും ആ പടം റിലീസ് ചെയ്തിട്ടില്ല, എനിക്ക് ആ പടം കാണണം, ഞാൻ മൈസൂർ പോയിട്ട് ആ പടം കണ്ടു. അപ്പം റിവ്യൂവേഴ്സ് ഒരു നെഗറ്റീവ് ആയിട്ട് മാത്രം റിവ്യൂ കണ്ടിട്ട് മൂവി നോക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ കൂടുതലുള്ളത്. അതായത് ഞാൻ പറയണത് അങ്ങനെയല്ല, ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാരും റിവ്യൂ കണ്ടിട്ട് പോവില്ല. ഇപ്പം മെയിൻ ആയിട്ട് ഇപ്പൊ അമരൻ ഇറങ്ങുമ്പോ എല്ലാരും പറഞ്ഞു കുറച്ചു പേർക്ക് മൂവീസ് ഇഷ്ടപ്പെട്ടില്ല, ഇനിയും ഞാൻ കണ്ടിട്ടില്ല മൂവി, ബട്ട് എനിക്കൊന്ന് കാണണം, ആസ് യുവർ സ്റ്റോറി ഉണ്ട്, എല്ലാരും പറയുന്നില്ല അത് കൊള്ളില്ല, അത്രയ്ക്കല്ല, ഓക്കെ ഫൈൻ. ഇനിയും കുറച്ച് ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ബിക്കോസ് മേ ബി ശിവകാർത്തികേയൻ സായി പല്ലവി ഫാൻസ് ആയിരിക്കാം. അത് തന്നെയാണ്, ഒരാളുടെ റിവ്യൂ കണ്ടിട്ട് അയാളുടെ പെർസ്പെക്റ്റീവ് എടുത്തിട്ട് നമ്മളൊരു പടം വേണ്ടെന്നോ വേണമെന്നോ പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കണം. അതായത് ഇതിപ്പോ ശിവയുടെ കാര്യം തന്നെ നേരത്തെ പറഞ്ഞു, അതായത് എങ്ങനെ സൂര്യ ഇതിലെത്തി, അതായത് എങ്ങനെ സൂര്യ ഇതിലെത്തി എന്ന് പറയുന്ന പോലെ തന്നെ എങ്ങനെ രജനീകാന്ത് അണ്ണാത്തയിലെത്തി. അപ്പം ത്രൂ ഔട്ട് ഒരു സിനിമ കഴിഞ്ഞ് വരുമ്പം സംഭവം എൻ്റർലി ഡിഫറെന്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് അതായത് ഫസ്റ്റ് ആ പ്ലോട്ട് കേട്ട് ഓക്കെ പറഞ്ഞ് പിന്നീട് എല്ലാം കഴിഞ്ഞ്, അതായത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് എല്ലാം പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തതിൽ ഓൺ ആവാന്നുള്ളതാണ്. അതായത് അപ്പം ശിവകാർത്തികേയൻ കഥ പറയാൻ ഹീസ് ബെസ്റ്റ്, പക്ഷെ അവനെ കൊണ്ട് അത് കൺവേർട്ട് ചെയ്ത് ഒരു നല്ല പടത്തിലേക്ക് എത്തിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ബേസിൽ ജോസഫ് ചെയ്ത പടങ്ങളെല്ലാം എനിക്ക് ഇഷ്ടമാണ്. ടോവിനോനെ വെച്ചിട്ട് മിന്നൽ മുരളി ചെയ്തല്ലോ, അപ്പം അത് ടോവിനോനെ കൺവിൻസ് ചെയ്തെടുക്കാൻ ബേസിൽ പറ്റിയെന്നുള്ള ഒരു സംഭവമാണല്ലോ മിന്നൽ മുരളി എന്നുള്ള സൂപ്പർ ഹീറോ സിനിമ
മലയാളത്തിൽ ഉണ്ടാവാനുള്ള കാരണം. ആക്ച്വലി അതിൽ ഏറ്റവും കൂടുതൽ പടം അങ്ങനെ ഒരു മൂവി മിന്നൽ മുരളി ലൈക്ക് അങ്ങനെ ഒരു എന്താ പറയാ സൂപ്പർ ഹീറോസിന്റെ പറഞ്ഞ ഒരു മൂവി മിന്നൽ മുരളി ഫേമസ് ആയി ലൈക്ക് ഇങ്ങനെ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് ഹിപ്പ് ഹോപ്പ് തമിഴിന്റെ വീര എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇറങ്ങിയത്. ശരി, ഞാൻ ഇത് ഒരു കാര്യം ബേസിൽ ടൊവിനോ ഒരു കോംബോ പറഞ്ഞു. ആ ഒരു പടം ഇറങ്ങിയതിന് ശേഷമാണെന്ന് തോന്നും ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, സോഷ്യൽ മീഡിയ ട്രോൾസ് മാത്രമേ വരുന്നുള്ളൂ. ഇവർ പടം ഹിറ്റായ പോലെ തന്നെ ഇവരുടെ ആ ഒരു ബോണ്ടിങ് അത് ഭയങ്കരമായിട്ട് ഓഡിയൻസ് ഇവരെന്തെങ്കിലും ചെയ്യുമ്പോൾ വല്ലാതെ ആൾക്കാർ അത് ഏറ്റെടുക്കുന്നുണ്ട്. ഇവൻ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ പോലും ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ പോലും ബേസിലിന്റെയും ടോവിനോന്റെയും ഇൻഡിപെൻഡന്റ് സെപ്പറേറ്റ് ഇന്റർവ്യൂസ് ആണെങ്കിൽ പോലും ഒരാളുടെ പേര് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ ഹിറ്റ് ആണ്, ലൈക്ക് മില്യൺസ് ഓഫ് വ്യൂസ് ആണ്. ആ ഒരു രീതിയിൽ അവർ ആക്ച്വലി സിനിമക്ക് അത് ഭയങ്കരമായിട്ട് അവർക്ക് ഉപകാരമാവും. ലൈക്ക് ഒരാളുടെ പേര് വെച്ച് മറ്റൊരാൾക്ക് ഈസി ആയിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം സോഷ്യൽ മീഡിയയിൽ ബേസിൽ എനിക്ക് തോന്നുന്നു ബേസിൽ എന്ത് കാണിച്ചാലും എന്ത് മിസ്റ്റേക്ക് കാണിച്ചാലും ലൈക്ക് അത് ഭയങ്കര രസം, കാണാൻ ഭയങ്കര രസമാണ്, അത് ക്യൂട്ടാണ്. അപ്പം ഇപ്പം കൊച്ചി ലാസ്റ്റ് കളി നടന്നിട്ടില്ലായിരുന്നു, പൂജയില് ഒരു പൂജ നടക്കുന്ന ടൈമില് ബേസിൽ ജോസഫും ടോവിനൊക്കെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അത് ടോവിനോക്ക് ഫസ്റ്റ് മിസ്സായത്, പക്ഷെ തിരിച്ചു കിട്ടി. പരസ്പരം അതായത് ഒരു ഗിവ് ആൻഡ് ടേക്സ് അവരുടെ ഇടയിൽ ആക്ച്വലി അതും ഭയങ്കര വൈറലാണ്. ആക്ച്വലി ഈഗോ ബേസ് ചെയ്യാറില്ല, രണ്ടുപേരും എൻജോയ് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ്. അതായത് ടോവിനോയ്ക്ക് അത് ഇഷ്ടംപോലെ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മിന്നൽ മുരളി ഈ ഗോദ ഇറങ്ങണതിന് മുന്നേ ഉള്ള ടോവിനോയുടെ ഒരു സെറ്റപ്പും അത് കഴിഞ്ഞിട്ടുള്ള ടോവിനോയും ഡിഫറെന്റ് ആണ്. അതായത് ഈവൻ എയർമു വരെ ബേസിലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആണല്ലോ ഡയറക്ട് ചെയ്തായിരുന്നു. ഇവർ ആൾക്ക് എപ്പോഴും ബ്രേക്ക് കൊടുത്തിട്ടുള്ളത് ബേസിൽ തന്നെയാണ്. അപ്പൊ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും ഇങ്ങനെ ഓഫ് സ്ക്രീൻ ആണെങ്കിലും ഓൺ സ്ക്രീൻ ആണെങ്കിലും പൃഥ്വിരാജുമായിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗുരുവായൂർ അമ്പലങ്ങളിൽ. അതിലും ഇന്റർവ്യൂസിൽ ഇൻ ബിറ്റ്വീൻ വരുന്നത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ അതിന്റെ സ്റ്റോറീസ് ആണ്. സോ ആ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര ഹിറ്റായി പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ അടുത്ത് ലൈക്ക് ഒരു 2 വീക്ക് മുമ്പ് കേരള സൂപ്പർ ലീഗിന്റെ ഫൈനൽ കഴിഞ്ഞു. അതിന്റെ ഒരു മെഡൽ കൊടുക്കുന്ന ഒരു ചടങ്ങിൽ ലൈക്ക് കൊച്ചിയുടെ സ്പോൺസറാണ് പൃഥ്വിരാജ് വരുന്നത്, ബേസിൽ കാലിക്കറ്റും. അപ്പം അതിനിടയിൽ ഒരു മെഡല് ബേസിലിന്റെ കയ്യിലുണ്ട്. ബേസിൽ ഇത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്, പൃഥ്വിരാജ് കൈ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ഇപ്പം കറന്റ്ലി ട്രെൻഡിങ് ആയി കഴിഞ്ഞു. ഇവിടെ തന്നെ ലൈക്ക് നമ്മളിപ്പോ നോക്കിയാൽ തന്നെ ഓരോ ഡിസൈനേഴ്സിന്റെയും ലാപ്പിൽ ഈ ഫോട്ടോസ് തന്നെ വെച്ച് അവർ ചെയ്തുകൊണ്ടേ അതിന്റെ ഇടയിൽ വന്ന കമന്റോ കാണും ടൊവിനോ വന്നിട്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ അതെ കർമ്മൈസെ ബീച്ച് എന്ന് പറഞ്ഞിട്ട് നെസ്രെ കമന്റ് ചെയ്തു, തിരിച്ച് ബേസിൽ അതിന് റിപ്ലൈ കൊടുത്തത് നീയും എന്ന് പറഞ്ഞ 2-3 ക്വസ്റ്റ്യൻ മാർക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ മൂവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ ഇപ്പം മലയാളത്തിൽ ഹൊറർ മൂവീസ് ഇറങ്ങുന്നത് ലൈക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. പഴയ ഇതുപോലെ മുടിയുള്ള യക്ഷിയും വെള്ള സാരിട്ട് ഹൊറർ അപ്രോച്ച് ചെയ്യുന്ന രീതി കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. വെള്ള സാരി ഈ കരിമ്പൂച്ച പോകുന്ന സാധനം അല്ല, ആ ഒരു യക്ഷി മിസ് ചെയ്യുന്നുണ്ട്. അതായത് അപ്രോച്ച് മാറിയതിന്റെ ഇതാണ്. ഇപ്പം പറയാം ഫസ്റ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് ആ യക്ഷി കണ്ട ഞങ്ങൾ പേടിക്കുന്നുണ്ടായിരുന്നു. അത് നോർമലായിട്ട് കാണുന്നത് എന്തുണ്ടെങ്കിൽ നീളം കൂടിയാണ്, വൈറ്റ് സാരിയാണ്, ഒരു രണ്ട് പല്ലുണ്ടാവും. ആക്ച്വലി ഹൊറർ എന്ന് പറയുമ്പം ഇത് 2 സൈഡ് ഉണ്ട്. അതായത് ഹൊറർ എന്ന് പറയുമ്പം നമ്മള് കണ്ട് ശീലിച്ചത് ഈ വെള്ളസാരി കൊടുത്തത് യക്ഷി ഉള്ളതൊക്കെ ഹൊറർ, യക്ഷി ഉള്ളത് മാത്രം ഹൊറർ എന്നുള്ളൊരു സംഭവമാണ് ഒരു ടൈം വരെ നമ്മള് വിചാരിച്ചിരുന്നത്. പക്ഷെ അതായത് നമ്മള് വേൾഡ് സിനിമ ഒരു യക്ഷിയുടെ പ്രസൻസ് കാണിക്കാതെ വരെ ഹൊറർ മൂവീസ് ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. ബോഡി ഹൊറർ എന്നുള്ള ജോണർ വരെ വന്നിട്ടുണ്ട്. അതായത് ഏതാ സബ്സ്റ്റൻസ്, പിന്നെ ഉസുമാക്കി എന്ന് പറഞ്ഞിട്ടൊരു ജാപ്പനീസ് സീരീസ് ഉണ്ട്. ഇതൊക്കെ ബോഡി ഹൊറർ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള സംഭവം. അങ്ങനെ വരെ ഹൊറർ എന്ന് പറഞ്ഞൊരു എനിക്ക് തോന്നുന്നു ജോണർ വരുന്നുണ്ട്. പ്രീസ്റ്റ് കണ്ടില്ലേ? അപ്പൊ പ്രീസ്റ്റിൽ തന്നെ ഹൊറർ കൊടുത്തത് ഒരു കുട്ടിയുടെ ബോഡിയിൽ ലൈക്ക് ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നൊരു സാധനം ഇൻപുട്ട് ചെയ്തുകൊണ്ടാണ്. വെള്ള യക്ഷിയില്ല, അല്ല വെള്ള സാരി എടുത്ത യക്ഷിയില്ല, കാർക്കൂന്തൽ പോലത്തെ മുടിയില്ല. പക്ഷെ ഞാൻ മിസ് ചെയ്യുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മിസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം എന്താന്ന് എനിക്ക് തോന്നണത്, അതായത് ഒരുപാട് സിനിമകള് അതായത് ഇതിപ്പോ വിചിത്രം, വിക്രാന്ത് റോണ, അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഒരു ടെംപ്ലേറ്റ് സിനിമകളുണ്ട്. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഹൊറർ ആണെന്ന് ആൾക്കാരെ
കൺവിൻസ് ചെയ്യിപ്പിച്ച് ലാസ്റ്റ് ക്ലൈമാക്സ് ഇത് ഹൊറർ അല്ല, ഇങ്ങനത്തെ ട്വിസ്റ്റാണ് ഇതെന്നുള്ളൊരു സെറ്റപ്പിലേക്ക് തീർക്കുന്ന സിനിമകൾ. ഇതിപ്പോൾ വിചിത്രത്തിൽ ലാസ്റ്റ് യക്ഷിയില്ല, വിക്രാന്ത് റോണ യക്ഷിയില്ല, മാൻമെയ്ഡാണ്, ആളുകൾ തന്നെയാണ് അത് ചെയ്യുന്നത്. യക്ഷിയില്ല, സൂപ്പർ നാച്ചുറലായിട്ടൊന്നുമില്ല, ഹൊററായിട്ടൊന്നുമില്ല. ആക്ച്വലി ഒരു ഹൊറർ സിനിമ എക്സ്പെക്ട് ചെയ്തു. ഹൊറർ സിനിമ കാണാനുള്ള ഒരു കൊതി കാരണം ഈ പറഞ്ഞ പോലെ വെള്ളസാരി എടുത്ത ഒരു യക്ഷി പേടിപ്പിക്കുന്ന കാണാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഇപ്പൊ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ പേടി പോയി. അതാണ് മാറി സിനിമ ഇറങ്ങി. എനിക്ക് തോന്നുന്നു അതിലാണ് യക്ഷികളി വെള്ളസാരി കളർ ഡ്രസ് അങ്ങനെ ഒരു കൊതി കാരണം. അല്ല, നിങ്ങൾ ആരെങ്കിലും യക്ഷിയെ ഓർ പ്രേതത്തെ നേരിട്ടേണ്ടവരാരെങ്കിലും ഉണ്ടോ? ഞാൻ ഇതൊന്നും തീർത്തോടെ സുഹൃത്തെ. ആക്ച്വലി ഇതൊരു വലിയൊരു ഇതാണ്. ഇങ്ങനത്തെ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്താണ് നമ്മൾ പോകുന്നത്. നമുക്കൊരു പ്രേത സിനിമ അല്ലെങ്കിൽ ഒരു ഹൊററിങ് എക്സ്പീരിയൻസ് നമുക്കൊന്ന് പേടിക്കണം, ഒന്ന് പേടിക്കണം. അതെ, ചുമ്മാ ഒന്ന് പേടിക്കണം, ഒന്ന് പേടിക്കാൻ വേണ്ടിട്ട് പോണു പടം കാണാൻ വേണ്ടിട്ട്. അതായത് ഹൊററിന്റെ കുറച്ച് എലമെന്റ്സ് കാണുന്നു, കുറച്ച് ജംപ് സ്കെയർസ്, അത് ഇത് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഇത് ഹൊറർ അല്ല, ഇത് മനുഷ്യനാണ് ചെയ്യുന്നത് പറയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അവിടെ പണ്ട് തൊട്ട് ഒരുപാട് സിനിമകൾ ഇങ്ങനെ വന്ന് ഇതൊരു ട്വിസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ടൈമിൽ ഒരു ബേസിക് ഹൊറർ സിനിമയായിട്ട് തന്നെ ഇത് പ്രസന്റ് ചെയ്ത വെള്ളസാരി സാധനവും ഈ സാധനം ഇപ്പൊ വർക്ക്ഔട്ട് ആവും. ആക്ച്വലി വെള്ളസാരി കംബാക്ക് അടിക്കണം എന്നാണ് എനിക്ക്. അല്ല, എനിക്ക് അതിൽ ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കാണാൻ പോവില്ല. മിസ് ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പഴയ ആകാശഗംഗ കാണുമ്പോ ഞാൻ ഇത് ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഒരു ഹൊറർ സിനിമ, പ്രോപ്പർ ആയിട്ട് ഒരു ഹൊറർ സിനിമ. ഇപ്പൊ വിക്രാന്ത് റോണ ഒരു പ്രോപ്പർ ഹൊറർ സിനിമ ആയിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഈവൻ നമുക്ക് ഈ ഭൂതകാലം കണ്ടിറങ്ങിയപ്പോ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്താണ് ഒരു നല്ലൊരു കംപ്ലീറ്റ് ഒരു ഹൊറർ സിനിമ കാണുമ്പോൾ ഒരു ഹൊറർ സിനിമ കണ്ടിറങ്ങുന്ന ഒരു സാധനം എനിക്ക് ഇന്ന് തന്നെ പോയി കാണണം. എല്ലായിടത്തും കാണണം, പേടിക്കണം. ഇപ്പം ആക്ച്വലി പറഞ്ഞ പോലെ ഇപ്പം ഓക്കെ യക്ഷി എന്ന് പറഞ്ഞ് ലൈക്ക് ഇപ്പൊ എപ്പോഴും ഹ്യൂമൻ കോൺസെപ്റ്റ് വന്ന് നിൽക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ ഇപ്പൊ പ്രസന്റ് ഇപ്പൊ ഇന്ത്യയിലാവട്ടെ എവിടെയോ ആവട്ടെ അങ്ങനെ ഒരു സാധനം നടക്കുന്നുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ എന്താ ക്രൈം ത്രില്ലർ ആയാലും എന്ത് കാര്യങ്ങളായാലും സൈക്കോ ഇതായിട്ട് ഭയങ്കര എന്താ ഒരു റൂഡായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഹോററായിട്ട് അവർ മനുഷ്യന്മാരനെ അറിയാണ്ട് മനുഷ്യന്മാരെന്നെ കൊല്ലുന്നുണ്ട്. ലൈക്ക് വി ആർ ആക്ടിങ് ലൈക്ക് അനിമൽസിനെ പോലാണ് ഞങ്ങൾ ബിഹേവ് ആക്കുന്നതും. നോട്ട് മീ, എല്ലാരും ഒരു ടൈം ഞങ്ങൾക്ക് എന്താ പറയാ ഞങ്ങളുടെ ദേശം ഞങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനും ആയിട്ടുണ്ട്. ഞാൻ എല്ലാരും പറയുന്നില്ല, ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട്. ലൈക്ക് ഇപ്പൊ പുറത്ത് നിങ്ങൾ ഏത് ജേർണൽ എടുത്ത് വായിച്ചാലും ഇത് മനുഷ്യനാണോ ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ കിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്, ഇമോജീസ് ഉണ്ട്, അറിയോ? അതിന്റെ ബാക്ക് സ്റ്റോറി എന്താന്ന് വെച്ചാ ലൈക്ക് ഒരു മോള് ക്യാൻസർ, അവർ ജാപ്പനീസ് അല്ല ചൈനയിൽ എന്തോ അമ്മയും മോളും ഉണ്ടായിരുന്നു. അമ്മ മോൾക്ക് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ആയതുകൊണ്ട് മൗത്ത് ക്യാൻസർ ആയതുകൊണ്ട് കിറ്റിയുടെ ഒരു ഇമോജി അറിയാലോ, അവൾക്ക് ഫസ്റ്റ് മൗത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പാണ് അവളുടെ മൗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അവള് മരിച്ച പിന്നെ അമ്മ ആണ് ലൈക്ക് അവരെന്തോ ക്രൈം ത്രില്ലറായിട്ട് എന്തോ ആരെയും കൊന്നിട്ടാണ് ആ കിറ്റിക്ക് ഫേസ് കൊടുത്തത്, ഒരു ജീവൻ കൊടുത്തത്. അത് എന്റെ മോളാണ്. അങ്ങനെ ഒരു സാധനം ഇപ്പം ആൾക്കാർ എങ്ങനെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ലൈക്ക് എന്താ പറയാ ഒരു ഹൊറർ സാധനം ഇറക്കുന്നുണ്ട്. അതാണ് ഇപ്പം എല്ലാവർക്കും പേടി കൊണ്ടുവരുന്നത്. അതാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കൊറോണ ടൈമിൽ ഒരു മമ്മിയോ എന്തോ ഒരു കണ്ണ് ഇതായിട്ട് ഒരു സാധനം ഇറങ്ങി. ഞങ്ങൾ എല്ലാരും പേടിച്ചു, അയ്യോ ഇത് ഫോർവേഡ് ആക്കിയിട്ടില്ലെങ്കിൽ ഇതാക്ച്വലി അത് കേരളത്തിൽ മാത്രം അത് വർക്ക്ഔട്ട് ആയില്ല, ഭയങ്കര കോമഡി ആയി. ബട്ട് അത് അങ്ങോട്ട് കുറച്ചും കൂടി ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ മെച്ചോർഡാണ് നമ്മള്. പറ്റിക്കപ്പെടാൻ കർണാടക കുറ്റം പറയല്ല, കുറച്ചും കൂടി നമ്മുടെ നിന്റെ സൈഡ് വേണമെങ്കിൽ മാത്രം ഒരു വര വരച്ചിട്ട് കേരളത്തിലേക്ക് കൂട്ടാം. അപ്പം ഇപ്പം കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി. ഏറ്റവും കൂടുതൽ കേരളക്കാര് ഭയങ്കര മെച്ചൂർഡാണ്, ഓക്കെ. ബട്ട് ഏറ്റവും കൂടുതൽ ക്രൈമും ഇതും സാധനം നടക്കുന്നത് കേരളത്തിലാണ്. പറയാൻ പറ്റില്ല, യുപിയിലൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഷോക്ക് ആയി. ഏറ്റവും കൂടുതൽ ചൈൽഡ് അബ്യൂസ് നടക്കുന്ന യുപിയിലാണ്. മെയിൻ ആയിട്ട് ചെറിയ പിള്ളേരൊക്കെ വളരെ ചെറിയ കുട്ടികളെയാണ്. സീരിയസ്ലി
കേരളത്തിന് ആര് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ കമ്പാരിറ്റീവ്ലി UP ആണ് കൂടുതലും എന്ത് കൂടുതൽ ചൈൽഡ് അബ്യൂസ് എല്ലാം നടക്കുന്നത്. അതും നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മനുഷ്യത്വം എങ്ങോട്ടേക്കാ പോണേന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഒരുപാട് നമ്മളെ വെറിയിടാക്കുന്ന രീതിയിലുള്ള ക്രൈംസ് നടക്കുന്നത് UP-യിലാണ്. ആക്ച്വലി നമ്മള് അത് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി കേരളത്തിലൊരു ഇൻസിഡന്റ് നടന്നാൽ അത് UP-യിൽ അല്ലെങ്കിൽ നോർത്തേൺ റീജിയനിലേക്കൊക്കെ എത്തുമ്പോൾ ഇതുമായിട്ട് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും അവിടെ. ന്യൂസ് ചാനൽസ് ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കഥയായിരിക്കും അവിടെ. അതായത് പണ്ട് ഈ മലപ്പുറത്ത് ഒരു ആന മരിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായല്ലോ, അന്ന് ഇവിടെ എന്തൊരു ഹ്യൂമൻ ഇൻസിഡന്റ് നടന്നാലും ഇടപെടാത്ത ബോളിവുഡ് സ്റ്റാർസ് ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. വിരാട് കോഹ്ലി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഇട്ടിട്ടുണ്ട്. ആക്ച്വലി അവരിലേക്ക് എത്തുന്ന, അതായത് റിയൽ ആയിട്ട് എന്താണ് നടന്നത്, അവരിലേക്ക് എന്താണ് എത്തുന്നത് എന്നുള്ള ഒരു സംഭവം ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെ അവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ എങ്ങനെയാണ് എത്തുന്നത്, എന്താണ് റിയൽ ആയിട്ട് നടന്നതെന്ന് നമ്മൾ ആരും അന്വേഷിക്കാൻ പോകുന്നില്ല. നമ്മൾ വാട്സപ്പിൽ എന്താണ് വാട്സപ്പിൽ കാണുന്ന ഒരു ന്യൂസ്, അത് നമ്മളുടെ പെർസ്പെക്റ്റീവ്, അതായത് നല്ല മസാല ചേർന്നിട്ടുള്ള ന്യൂസ് ആയിരിക്കും. അതായത് റിയൽ ആയിട്ടുള്ള സംഭവത്തിന് അവിടെ വാല്യൂ ഉണ്ടാവില്ല. അത് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു സംഭവം ആർക്കും ഉണ്ടാവില്ല. പക്ഷെ എല്ലാം ഫേക്കാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഈ കാണുന്നത് സത്യമാണോ നമ്മളൊന്ന് ആ സമയത്ത് നമുക്ക് ഇമോഷണലി നമ്മൾ അറ്റാച്ച്ഡ് ആവും, നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പോവും. നമ്മൾ 2 ആഴ്ച വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ സ്റ്റോറി ഇടും, പിന്നെ നമ്മൾ അത് കംപ്ലീറ്റ്ലി മറക്കും. ഒരു സാധനം നടന്നു, ആ ഡോക്ടറിന്റെ കേസ്. അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല. നോ വൺ കെയർ അബൌട്ട് ദാറ്റ്. ആക്ച്വലി അതുപോലെ പുറത്തിനകത്ത് ഇഷ്ടംപോലെ കേസ് ഉണ്ട്. അതും ഹാഷ്ടാഗായ മാത്രമേ അതിനെതിരെ നടപടികൾ ഉണ്ടാവുന്നുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇപ്പൊ 2 ആഴ്ച 3 ആഴ്ച ഇപ്പൊ നമ്മള് അനുശോചനം രേഖപ്പെടുന്ന പോലും ഒരു ഹാഷ്ടാഗായി ട്രെൻഡിങ് ആയ മാത്രമാണ്. അത്ര തന്നെ അറിയപ്പെടാത്ത എല്ലാ രീതിക്കും അത് നമുക്ക് എല്ലാ രീതിക്കും കണക്ട് ചെയ്യാം. അതായത് എന്തൊക്കെ വേൾഡിൽ നടക്കണോ, അതായത് ഡിഫറെന്റ് വാർസ് ഇപ്പൊ നടക്കുന്നുണ്ട്. പാലസ്തീനിലും ഇസ്രായേലിലും യുക്രൈനിലും എല്ലായിടത്തും എവരിവേ. പക്ഷേ എല്ലാരും ഒരു സൈഡ് അങ്ങ് പിടിക്കുകയാണ്. പലസ്തീനിൽ പറഞ്ഞപ്പം ലൈക്ക് ഇപ്പം എല്ലാവരും മറന്നു തുടങ്ങിയിട്ടുണ്ട് ആ കാര്യം. ഇപ്പം 1 വർഷം കഴിഞ്ഞു. അപ്പം അവിടെയുള്ള ആൾക്കാർ ലൈക്ക് കുറേയൊക്കെ അതുമായിട്ട് അഡോപ്റ്റ് ആയി. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ള ജീവിതമാണ്. ഇപ്പം നമ്മൾ ഈ ബിൽഡിങ്ങിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിൽക്കുന്നു. അവർ നിൽക്കുന്നത് ചിലപ്പം ബങ്കർ, ടെന്റ്, അങ്ങനെ എന്തെങ്കിലും അവരുടെ ലൈഫ് ഇനി നോർമലിലേക്ക് നടന്നു. അതേ കൊറേ വർഷം മുമ്പേ നടന്നിട്ടുണ്ടായിരുന്നു ഹിരോഷിമ നാഗസാക്കി. ഇപ്പോഴും സഫറിങ്. അവർക്ക് ഇല്ലാത്ത ഡിസീസ്. അതുപോലെ നമ്മുടെ കാസർഗോഡ് എൻഡോസൾഫാൻ, അവരിപ്പോഴും സഫർ ചെയ്യുന്നുണ്ട്. അതൊരു വാർ. ആക്ച്വലി അത് നമ്മളൊരു വാർ എന്നുള്ള രീതിയിൽ മാത്രം കാണരുത്. അവരിപ്പോഴും സോൾജേഴ്സ് ആവട്ടെ, ഓക്കെ ഫൈൻ, ഞങ്ങൾ എല്ലാവരും നോക്കണം. അവർക്കും ഫാമിലീസ് ഉണ്ട്, അവരും എല്ലാം നോക്കുന്നുണ്ട് കാര്യങ്ങൾ. 2 സൈഡും ഒരുപാട് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതെ, ഒരു യുദ്ധം ഒരിക്കലും പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് അല്ലല്ലോ, ഒരു സൊല്യൂഷനും അല്ല. ആക്ച്വലി വിക്ടറി എന്നൊരു സൈഡിൽ ഒരാൾ പറഞ്ഞാലും അതിന്റെ പിറകിൽ രണ്ട് ഭാഗത്തും ഒരുപോലെ നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സോ ഒരിക്കലും ഒരു യുദ്ധം അതിനൊരു സൊല്യൂഷനും അല്ല, അതിനൊരു വിക്ടറി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇവരാണ് വിജയിച്ചത് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. ഇസ്രായേൽ പാലസ്തീൻ ഇപ്പം 1 വർഷമായി നടന്നുകൊണ്ടിരിക്കുക. അപ്പം അമേരിക്കയിലെ പുതിയ പ്രസിഡന്റായിട്ട് ട്രംപ് എലക്റ്റഡ് ആയി കംപ്ലീറ്റ്ലി ആയിട്ടില്ല. അപ്പം ട്രംപ് തന്നെയാണ് ചാൻസ്. അപ്പം ട്രംപിന് എത്രത്തോളം ഇതിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റും വേൾഡ് പീസിലേക്ക് കൊണ്ടുവരാൻ? ആക്ച്വലി ട്രംപ് ഒരു ഹൈപ്പറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആണോ? അത് സഹായിക്കുമോ? ആക്ച്വലി അത് സഹായിക്കുമെന്നല്ല, പുള്ളിക്കാരൻ നമ്മളിപ്പോ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണോ പറയുക എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ട്. ആളിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കും, അങ്ങനെ എന്തോ പോസിബിൾ ആവാത്ത ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ചാടിക്കേറി. അതായത് അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റിയാണ് ട്രംപ് എന്ന് എനിക്കൊരു, അതായത് ഇപ്പൊ അമേരിക്കയുടെ ഒരു പവർ വെച്ചിട്ടാണല്ലോ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് വാറിന്റെ ഒരു റീസൺ ആവുമെന്നൊക്കെ നമ്മൾ വിചാരിക്കാന്നുള്ളൊരു ഒരു ഡിസ്കഷനിൽ ഒരു തോട്ട് വരാനുള്ളതാണ്. ആക്ച്വലി ഇപ്പം ബാക്കിയുള്ള കൺട്രീസ് ഒക്കെ അമേരിക്കയുടെ ഡോളറിന് ബേസ് ചെയ്തിട്ടാണെങ്കിൽ അമേരിക്കയുടെ മൊത്തത്തിലുള്ള ഒരു പവർ ബാക്കിയുള്ള കൺട്രീസ് ഒക്കെ യുണൈറ്റ് ആയിട്ട് കുറച്ച് കൊണ്ട് വരുന്നുണ്ടെന്നുള്ള ഒരു ബ്രിക്സ്. ശരിയാ, ബ്രിക്സ് വരുന്നുണ്ട്, പുതിയ കറൻസി, വേൾഡ് ട്രേഡ് മൊത്തം ബ്രിക്സിലേക്ക് മാറ്റാൻ പോവാ. അത് അമേരിക്ക എത്രത്തോളം ഭയങ്കരമായിട്ട് അമേരിക്ക അതിനെ അഗെയിൻസ്റ്റ് ചെയ്യും. കാരണം അവരുടെ ഒരു പവർ, വേൾഡിന്റെ മുകളിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു വേൾഡ് പോലീസ് എന്ന് പറഞ്ഞ കാര്യം, ഒരു പവർ എന്ന് പറഞ്ഞ കാര്യം ബ്രിക്സ് നിലവിൽ വന്നാൽ ഉണ്ടാവില്ല. ആക്ച്വലി അത് വേൾഡ് വൈഡ് ആയിട്ട് അതിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈവൻ
ജ്വല്ലറി മേഖലയാണെങ്കിൽ Jewelry, oils. ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ ഈ ഡോളർ എന്നുള്ള സംഭവത്തില് മുന്നേ ഉണ്ടായിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഓയിൽ ട്രാൻസാക്ഷൻ ഫുൾ ഡോളർ വെച്ച് നടത്താൻ പാടുള്ളൂ. അതാണ് ഡോളർ അത്രയും കയറി പോവാനുള്ള ഒരു മെയിൻ റീസൺ. അതെ, പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഇൻവെസ്റ്റ്മെന്റ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുത്താലും ഡോളറിന്റെ ഈ ഒരു ഇൻഫ്ലുവൻസ് അവിടെ കുറഞ്ഞു വരികയാണ്. ബാക്കിയുള്ള കൺട്രികളിലൊക്കെ ഇവർക്കെതിരായിട്ട് ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടാക്കുമ്പോൾ ഈ ഡോളറിന്റെ വാല്യൂ കുറഞ്ഞു വരികയാണ്. ഇൻവെസ്റ്റ്മെന്റ് കൂടുതലും ഗോൾഡിലോട്ടൊക്കെ പോവാണ്, ഗോൾഡിന്റെ വാല്യൂ കൂടാണ്. അതായത് ഒരു എങ്ങനെ സഹായിക്കും യുദ്ധം നിർത്താൻ? ബേസിലിന്റെ പറ്റാത്ത കാര്യങ്ങൾ മാത്രം എടുത്തു ചാടി പറഞ്ഞ് പിന്നീട് അത് സംഭവിക്കാത്ത രീതിയിൽ പുള്ളിക്കാരോട് പറ്റത്തില്ല, അവനെ കൊണ്ട് കൂട്ടിയാ കൂടൂല എന്നാണ് ബേസിൽ പറയുന്നത്. പുള്ളിക്കാരനൊരു പാർട്ടാവാം, പക്ഷെ പുള്ളിക്ക് ഒറ്റയ്ക്ക് നടക്കൂല. പുള്ളി ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി ആയിട്ട് മാത്രം യൂസ് ചെയ്തതാണ്. ആണ് അതും ലൈക്ക് അറൌണ്ട് എനിക്ക് തോന്നുന്നു കുറഞ്ഞ പെർസെൻറ്റേജിൽ മാത്രം 51 or 54 ആണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഇത് വരുന്നത്, ലൈക്ക് പെർസെൻറ്റേജ് വരുന്നത്. കമല ഹാരിസ് അവിടെ പൊട്ടി. അറൌണ്ട് 200 years എങ്ങാനായിട്ട് അമേരിക്കയിൽ വുമൻസ് ആരും പ്രസിഡന്റ് ആയിട്ടില്ല. ആക്ച്വലി ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഷുഡ് ബി കമല ഹാരിസ് ജയിച്ചായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ന്യൂസ് അത്രേ ഗ്യാപ്പ് ഉള്ളൂ അവര് തമ്മിലുള്ള ഒരു വോട്ടിന്റെ ഒരു കൗണ്ട് നോക്കുമ്പോ. ഒരു കേപ്പബിലിറ്റി അങ്ങനെ വേറെ കുറെ കാരണങ്ങളുണ്ടല്ലോ. അതായത് സീരിയസ്ലി അല്ലല്ല സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഒരാളെ തോൽപ്പിക്കുന്നില്ല, ഒരാൾ തോൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അവിടെ എലക്ട് ചെയ്തെടുക്കുന്ന ഇത് തീർക്കാം, ഇത് തീർത്തിട്ട് പോയാ മതി. എലക്ട് ചെയ്തെടുക്കുന്ന ആൾക്കാര് ഇവർക്ക് സ്ട്രോങ് ആവുന്ന, ഇവർക്ക് ഇവരെ മുന്നോട്ട് നല്ല രീതിക്ക് നയിക്കാൻ പറ്റും, ഓക്കെ ആയിരിക്കും എന്നുള്ള തോന്നുന്ന ഒരാളെ ആയിരിക്കുമല്ലോ ഇവർ ജയിപ്പിച്ചു വിടാം. അതില് വിമൻ വോട്ടേഴ്സ് ഉണ്ട്, മെയിൽ വോട്ടേഴ്സ് ഉണ്ട്, എല്ലാരും ഉണ്ട്. ഈവൻ ട്രാൻസ്ജെൻഡേഴ്സ് വരെ ഉണ്ടാവാം, എല്ലാരും ഉണ്ട്. ഓക്കെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്താൽ മാത്രം. ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഇവർക്ക് ഒരു മെയിലോ ഫീമെയിലോ എന്നുള്ളതല്ല അവിടുത്തെ ഫാക്ടർ. അപ്പം ഇങ്ങനത്തെ ഒരു കേപ്പബിലിറ്റി ആൾക്കുണ്ടെന്ന് വോട്ടേഴ്സ്, അതിപ്പോ ഏത് ഇലക്ഷൻ ആണെങ്കിലും മെയിൽ ടു മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ടു ഫീമെയിൽ അങ്ങനെ ഏത് കാൻഡിഡേറ്റ്സ് നിന്നാലും ഒരാളെ ജയിക്കുള്ളൂ, ഒരാൾ പരാജയപ്പെടും കൺഫേം. അതൊരു റൂളാണല്ലോ. ഒരാൾ സെക്കൻഡ് ഒരാൾ ഫസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം ഈ വോട്ടേഴ്സ് തീരുമാനിക്കുന്ന ഒരു പരിപാടിയാണത്, ഒരു കാര്യമാണത്. അവർക്ക് തോന്നുന്ന, അവർക്ക് ലീഡ് ചെയ്യാൻ തോന്നുന്ന അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്ന ഒരാളെ അവർ വിജയിപ്പിക്കും. അങ്ങനെ ഒരു ഒരാളാണ് ട്രംപ് എന്നാണ് എൻ്റെ ഒരു. പക്ഷെ ട്രംപ് കഴിഞ്ഞ ഇലക്ഷനിൽ എന്തുകൊണ്ട് തോറ്റു? അപ്പോ അങ്ങനെ ബൈഡൻ ബെറ്റർ ആണെന്ന് തോന്നിക്കാണും. അപ്പൊ ട്രംപ് ജയിച്ചു. ട്രംപിനേക്കാൾ വീക്ക് ആയിട്ടുള്ള ആളായിരിക്കാം കമല ഹാരിസ്. ഇനി പ്രജിനിക്ക് ഒരു അവസരം കൊടുക്കാം. നീ പറഞ്ഞു ഓക്കെ, നീ വുമനെ ലൈക്ക് അങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. എനിക്ക് സുധാമൂർത്തി അറിയാലോ? ഇല്ല. ഇൻഫോസിസിന്റെ സിഇഒ ആണ് സുധാമൂർത്തി. ബട്ട് ഇൻഫോസിസ് ഫൗണ്ടർ നാരായണമൂർത്തിയാണ്, സുധാമൂർത്തിന്റെ ഹസ്ബൻഡാണ്. ബട്ട് സുധാമൂർത്തിയാണ് ഫേമസ്. അതിന്റെ എന്താന്ന് വെച്ചാൽ അവര് തുടങ്ങുമ്പം, ലൈക്ക് ഇൻഫോസിസ് തുടങ്ങുമ്പം ദേ ഓൺലി ഹാഡ് ഒരു ടെക് ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ ടെക് ഉണ്ടായിരുന്നു. ആൻഡ് സുധാമൂർത്തിന്റെ കയ്യിൽ 10,000 ഉണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അവൾക്ക് കേപ്പബിൾ ഇല്ലാത്ത കൊണ്ടൊന്നല്ല, കേപ്പബിൾ ആണ്. ഇത്രയും വേൾഡ് ലെവൽ ഇൻഫോസിസ് ഫേമസ് ആയിട്ടുണ്ട് ഇപ്പം. അത്രയും ഒരു നല്ല കമ്പനിയാണ്, സോഫ്റ്റ്വെയറിൽ അങ്ങനെ വർക്ക് ആവുന്നുണ്ട്. സോ എന്താന്ന് പറയാ, ലൈക്ക് ഒരാൾക്ക് അവസരം കൊടുക്കണം. ഇന്ദിരാഗാന്ധി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആക്ച്വലി ഇതൊന്നും നമ്മുടെ ഒരു എന്റെ ഒരു പോയിന്റ് അല്ല, നമ്മുടെ പോയിന്റ് അവിടെ ക്ലിയർ ആയി. എന്താണ് ഒരാള് ബെറ്റർ ആണെന്ന് തോന്നി അയാളെ ജയിപ്പിക്കുന്നു, അല്ലാതെ അവിടെ സ്ത്രീയോ പുരുഷനോ ആര് ബെറ്റർ ക്യാമ്പയിൻ കൊടുക്കുന്നു അവര് ജയിക്കുന്നു. ക്യാമ്പയിൻ പോകുന്നതിന് മാത്രമാണ് കാര്യം.
അപ്പൊ അതാ, അവിടെ ട്രംപ് അപ്പത്തെ യൂസ് ചെയ്തെന്താ വാർ scenario നിർത്തും എന്താണ്? എല്ലാ ലോകം മൊത്തം ആഗ്രഹിച്ച ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ അവരുടെ എല്ലാ നമ്മളുടെ പക്ഷെ ഞാൻ എല്ലാ ചോദിക്കുന്നത് മനസ്സിലുള്ള അത് അങ്ങനെ ഒരാളെ വിചാരിച്ച് നിർത്താൻ പറ്റില്ല എന്ന് കമല- പറഞ്ഞിട്ട് എന്തുകൊണ്ട് ആൾക്കാർ ആ ഒരു മനുഷ്യനെ വിശ്വസിക്കും? എടാ നമുക്ക് ഈ പ്രതീക്ഷ വരുമ്പോഴാണ് ഒരു ഇൻസിഡന്റ് ഉണ്ടായല്ലോ, അതായത് ട്രംപിനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായല്ലോ. അതൊരു റീസൺ ആണ്. സിനിമാറ്റിക് ആണ്. അത് ചിലപ്പോൾ ട്രംപ് ചെയ്യിച്ചതായിരിക്കും. കാരണം അത്രയും ഷാർട്ട് ഷാർപ്പ് ഷൂട്ടർ അത്രയും ഷാർട്ട് റെഡി അത്രയും ഓക്കെ നീ മറ്റവിടെ പറഞ്ഞു വെക്കണം, നീ ഇവിടുന്ന് പോയാ മതി. പറയടാ. അത്രയും ഷാർപ്പ് ഷൂട്ടർ മറ്റവിടെ പറയും. ഒന്ന് ഞാൻ പറയും അത്രയും ഷാർപ്പ് ഷൂട്ടേഴ്സ് ഉള്ള അമേരിക്കയിൽ കറക്റ്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചെവി തുളച്ചുകൊണ്ട് വെടി വെക്കാൻ പറ്റിയിട്ടുണ്ട് ആളെ കൊണ്ട്. തല ഉന്നം തെറ്റിപ്പോയി. പക്ഷെ അതൊക്കെ എലക്ഷൻ ജയിക്കാനുള്ള ട്രംപ് തന്നെ പ്ലാൻ ചെയ്ത ഓരോ പരിപാടികളാണ്. അങ്ങനെയും പറയാം അല്ലാന്നും പറയാം. പക്ഷെ അതൊരു പോസിബിലിറ്റിയാണ്. ഇതില്ല പോസിബിലിറ്റിയാണ്. എലക്ഷൻ ജയിക്കാനുള്ള ഒരു ഫാക്ടർ ആയിട്ട് അത് ഉണ്ടായി. യെസ്, അതും ഈ വാർ നിർത്തുന്നു പറഞ്ഞ ക്യാമ്പയിനും കമല ഹാരിസ് അത് പ്രൊവൈഡ് ചെയ്തില്ല. രണ്ടും മാത്രല്ല വേറെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ അമേരിക്കയിലല്ലാത്തത് കൊണ്ടും ഞാൻ ന്യൂസ് അധികം ഫോളോ ശരി, ചെയ്യാം. അവൻ ഇപ്പോഴും കേരളത്തിലെ 90s ഇരിക്കാം. വെള്ളസാരിയൊക്കെ കൊടുത്ത് പല്ലൊക്കെ പൊറിച്ച് പാട്ടൊക്കെ പാടി നടക്കുന്ന യക്ഷിയുടെ കൂടി ഇരിക്കുകയാണ് ചേട്ടൻ. അപ്പൊ നീ നല്ല അമേരിക്കയിൽ എത്തില്ല, എനിക്കതറിയാം. അമേരിക്കയുടെ പ്രസിഡൻസി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ലൈക്ക് ഇനിയും വേണമെങ്കിൽ കമല ഹാരിസിനാവാം. അപ്പം നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് അത് ഫെബ്രുവരി ഒക്കെ ആവും. ഫെബ്രുവരി ആവില്ലേ? അപ്പം നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരാം. വി ആർ സൈനിങ് ഓഫ് ഫ്രം ബ്രോഡ്കാസ്റ്റ്.